പണിയാൻ സ്വന്തം മേനി കൊണ്ട് ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഇവർക്ക് ആരാണ് സഹായി? ഞങ്ങളുടെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പാതിരാത്രിയിൽ ആരെയും കേൾപ്പിക്കാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരുടെയും അപ്ലാസും അംഗീകാരവും കയ്യടിയും വാങ്ങാനല്ല അവിടുന്ന് ചെയ്യുമായിരുന്ന രണ്ട് പ്രാർത്ഥന. ഒന്ന്, പരമാധികാരിയായ പടച്ചവന്റെ കഴിവുകളെ സംബന്ധിച്ച് സ്വയം അനുസ്മരിക്കുമായിരുന്നു, ബോധ്യപ്പെടാൻ ശ്രമിക്കുമായിരുന്നു, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും കാവൽ തേടുമായിരുന്നു. രണ്ടാമത്, അവന്റെ അടിമകളിൽ ഭൂമിയിൽ ഒന്നാകെ കഴിഞ്ഞുകൂടുന്ന ഈ പാപങ്ങളുടെ വേദനയിൽ പങ്കാളിയാകാൻ ശ്രമിക്കുമായിരുന്നു. സ്വന്തം കൂരയുടെ പരിസരത്ത് ഹസൻ ഹുസൈൻ എന്ന പേരക്കിടാങ്ങൾ എത്ര നാളായി പട്ടിണി കിടക്കുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രവാചകൻ സ്വന്തത്തെ ആലോചിക്കുകയല്ല, കുടുംബത്തെ ആലോചിക്കുകയല്ല, സഹോദരങ്ങളെയും സഹാബത്തിനെയും ആലോചിക്കുകയല്ല, സ്വന്തം മതത്തിന്റെ അനുയായികളെ മാത്രം ആലോചിക്കുകയല്ല, ലോകമെമ്പാടും പരന്നൊഴുകുന്ന വേദനയുടെ നൊമ്പരത്തിന്റെ ഈ കണ്ണുനീരിനെ കാണാൻ ശ്രമിക്കുകയാണ്, ഈ വേദനയെ കേൾക്കാൻ ശ്രമിക്കുകയാണ്. അവിടുന്നാണ് ഞങ്ങളുടെ പ്രവാചകൻ. അതുകൊണ്ട് സഹോദര, നീ സമാധാനിക്കും. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്നത്തെ തഹജ്ജുദിൽ ഞാൻ സമയം കണ്ടെത്തും. പ്രിയമുള്ള